NCP-യിൽ പിളർപ്പ്. സംസ്ഥാന നേതൃത്വം ശരത് പവാറുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. കൊച്ചിയിൽ ചേർന്ന വിമത യോഗത്തിൽ സ്വതന്ത്ര ഘടകമായി നിലനിൽക്കാൻ ധാരണ. ഘടകകക്ഷിയായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട ഇടതുമുന്നണിക്ക് കത്ത് നൽകും. PC ചാക്കോ വിഭാഗം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. തോമസ് കെ തോമസ് തന്നെ അധ്യക്ഷനായി തുടരും. ശരത് പവാറിന്റെ NDA ബന്ധം അംഗീകരിക്കില്ല എന്നും LDF-നൊപ്പം നിൽക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. NDA-യുമായിട്ടുള്ള ബന്ധം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. LDF-നെ സംബന്ധിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. NDA-യുമായിട്ട് ഒരു ബന്ധവും NCP എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതിന് വിരോധമായിട്ട് ഏതെല്ലാം രീതിയിലുള്ള ഘടകങ്ങൾ അതിനെ മറയാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും. അതാണ് ഞങ്ങളുടെ നയം. ആ നയം ഇന്നിവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സജോ, ഇനി ആരൊക്കെ എവിടെയൊക്കെ അവശേഷിക്കുന്നു? മധു, NCP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വവുമായി ബന്ധം സമ്പൂർണ്ണമായി വിച്ഛേദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ബഹുഭൂരിപക്ഷം ഭാരവാഹികളും യഥാർത്ഥത്തിൽ തോമസ് കെ തോമസിനും AK ശശീന്ദ്രനും ഒപ്പമാണ്. അവർ തമ്മിൽ ഇവിടക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇരുവരും ഒന്നിച്ചാണ്. കുറെ കാലമായി സംസ്ഥാന NCP-യിൽ തുടരുന്ന പലതരം അസ്വാരസ്യങ്ങളുടെ ഒടുവിലാണ് ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചിരുന്നു. PC ചാക്കോയുടെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിൽ തോമസ് കെ തോമസ് അടക്കമുള്ളവർ പറയുന്നത് പുതിയ അധ്യക്ഷനെ നിയോഗിച്ചത് മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞത്. പിന്നീട് വാട്സപ്പ് വഴി ഒരു സന്ദേശവും ലഭിച്ചു. ഇതല്ലാതെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഒരു അറിയിപ്പുമില്ലാതെ ഒരു തീരുമാനമാണ് എടുത്തത് എന്ന് തുടങ്ങി ആ പാർട്ടിയിൽ കുറെ കാലമായി തുടരുന്ന PC ചാക്കോ വിഭാഗവും മറുവിഭാഗവും തമ്മിലുള്ള തർക്കങ്ങളുടെ തുടർച്ചയാണ്. ഇനിയിപ്പോൾ പക്ഷേ ആ പാർട്ടി, അതായത് NCP-S എന്നത് ശരത് പവാറിന്റെ പേരിൽ തന്നെയുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പുതിയ പാർട്ടി എന്ത്, പുതിയ അഫിലിയേഷൻ എന്ത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ NCP-S എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ ഒരു സ്വതന്ത്ര ഘടകമായി തന്നെ പ്രവർത്തിക്കും. അതിനുശേഷം LDF നേതൃത്വത്തെ കാണും. ഞങ്ങളാണ് ഔദ്യോഗിക ഘടകം, അതുകൊണ്ട് ഞങ്ങളെ മുന്നണിയിൽ അംഗീകരിക്കണം എന്ന നിലപാട് സ്വീകരിക്കും. അതിനവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ ഒരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. അതായത് ശരത് പവാർ ദേശീയ തലത്തിൽ തന്നെ പിളർന്നുപോയ മറുവിഭാഗവുമായി സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും എന്ന് വെച്ചാൽ ഫലത്തിലതൊരു NDA ബന്ധം തന്നെയാണ്. ആ NDA ബന്ധം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. രണ്ട്, ഈ ദേശീയ നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ പ്രവണത അല്ലെങ്കിൽ അതിലിരിക്കുന്ന PC ചാക്കോയുടെയും മറ്റും ഏകാധിപത്യ പ്രവണത അംഗീകരിക്കില്ല. ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ആ പാർട്ടി തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ തോൽവിയാണ്. ഇതിനിടെ ആ പാർട്ടിയിൽ ഉണ്ടായ പലതരം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഇതിനിടെ തുടർച്ചയായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് പിന്നാലെ ഒരു അപ്രതീക്ഷിത തീരുമാനം എത്തിയത്. സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ടുള്ള തീരുമാനമുള്ളത്. അങ്ങനെ തർക്കങ്ങൾ ഒരു വഴിക്ക് പോകുന്നതിനിടെയാണ് ഭൂരിപക്ഷം ആളുകളെയും വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തോമസ് കെ തോമസിനും AK ശശീന്ദ്രനും എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ പരമാവധി ആളുകളെ അവരെല്ലാം കൂട്ടി കൊച്ചിയിൽ യോഗം ചേർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഫലത്തിൽ ഔദ്യോഗിക NCP സംസ്ഥാനത്ത് പിളർന്നിരിക്കുന്നു എന്നാണ് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇപ്പോൾ LDF ഈ ഘടകത്തെ ഇവരെ ഔദ്യോഗികമായി അംഗീകരിക്കണം. അങ്ങനെ വരുമ്പോൾ ഔദ്യോഗിക ഘടകം എന്ന് അവകാശപ്പെട്ട് വരുന്നവരോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരിച്ചുവരവ് പ്രവർത്തനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കൂടി നേരിടേണ്ടി വരും. മനസ്സിലാക്കുന്നിടത്തോളം നാളെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്ത് പോവുകയും LDF നേതാക്കൾ പിണറായി അടക്കം കാണാൻ ശ്രമിക്കും എന്നാണ്, അതായത് CPM സംസ്ഥാന സെക്രട്ടറിയും അടക്കം കാണാൻ ശ്രമിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പാർട്ടിയായി നിൽക്കുന്നു. ഇനിയിപ്പോൾ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യണം. നേതാക്കൾ തോമസ് കെ തോമസിനും ഒപ്പം AK ശശീന്ദ്രനും ഒപ്പം നിലയുറപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. PC ചാക്കോ വിഭാഗം വിട്ടുനിൽക്കുകയും ചെയ്തു. ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF-ന് കത്ത് നൽകാനുള്ള നീക്കമാണ്. തങ്ങളാണ് ഔദ്യോഗിക ഘടകം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സജയാണ് വിവരങ്ങൾ നൽകിയത്.